ഹായ് ഫ്രണ്ട്സ്, ഹെഡ്മീലുള്ള യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പൊ ഈ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മസൂർ. ഞാനിത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണേ. ഇതേ കണ്ടോ, ഇതാണ് സാധനം. മാറ്റി വെച്ചിട്ട് കാണിക്കാം. ദേ, ഇവിടെ നോർത്തിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. നാട്ടില് കിട്ടുമോന്ന് എനിക്ക് അറിയില്ല. ഇത് മസൂർ എന്നാ പറയുന്നത്. മസൂർ ഡാളാണ് ഇത്, ഈ പിങ്ക് കളറിലെ കണ്ടോ. അപ്പൊ നമുക്ക് ഡാളല്ല വേണ്ടത്, ഇങ്ങനെയുള്ള മസൂർ തന്നെയാ വേണ്ടത്. അപ്പൊ ഈ റെസിപ്പി ഞാൻ തന്നെ ട്രൈ ചെയ്ത് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാ. എന്റെ ഓഫീസിൽ ഈ ഒരു കൂട്ടാൻ എന്ന് പറഞ്ഞാല് എത്ര കൊണ്ടുപോയാലും തികയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നോർത്ത് ഇന്ത്യൻസാ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ കറികൾ കൂട്ടാനുകളൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻസിന്. അപ്പോ ഞാൻ ഇവിടെ എന്ത് പാചകം ചെയ്താലും അത് എന്റെ ഓഫീസിലേക്ക് കൂടിയാ പാചകം ചെയ്യും. അവർക്കിപ്പോ അറിയാം ഞാൻ ടിഫിൻ കൊണ്ടുവന്നതിന് കൂട്ടത്തിൽ അവർക്കുള്ള കറികളും സെപ്പറേറ്റ് കൊണ്ടു ചെല്ലുമെന്ന്. അപ്പൊ അങ്ങനെയുള്ളതിൽ ഈ ഒരു കൂട്ടാൻ, അതായത് മസൂർ മെഴുക്കുവരട്ടി എന്ന് പറയാം, മസൂർ റോസ്റ്റ് എന്ന് പറയാം, എങ്ങനെ വേണേലും പറയാം. അതുപോലെ സോയ റോസ്റ്റ്, ഇതൊക്കെ ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ നേരത്തെ കുതിർത്തിട്ടൊന്നുമില്ല, ഇപ്പൊ തന്നെ കഴുകി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണേ. അഴുക്ക് കാണും. അതുപോലെ അരിച്ചെടുക്കണം, കല്ല് കാണാൻ ചാൻസ് ഉണ്ട്. കഴുകുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രത്തിലിട്ട് കല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കി മാറ്റിയിട്ട് വേണം കഴുകി എടുക്കാൻ. അങ്ങനെ വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് മസൂർ ആയത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കുറച്ച് വേണേ കുറച്ച്, കൂടുതൽ വേണേ കൂടുതൽ, അതിനനുസരിച്ച് എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പൊ ആദ്യം നമുക്ക് ഈ മസൂർ ഒന്ന് വേവിക്കണം. നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ കറക്റ്റ് അളവ് അറിയാമെങ്കിൽ, അതായത് ഒത്തിരി അങ്ങ് വേവണ്ട, ഒരു തോരന്റെ ഒക്കെ പരുവം അത് മതി. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത്. അങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോ കുക്കറിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ ചെറുപയർ തോരൻ വെച്ചില്ലേ, അതേ മെത്തേഡിലാണ് ഞാൻ ഇതും ചെയ്യുന്നത്. അതായത് ഇത് വേവിക്കുന്ന വിധം. ഇപ്പൊ പാത്രം വെക്കാം, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പിടി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, വെള്ളം. ഞാനിപ്പോ ആ മസൂർ എടുത്ത അതേ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാ ഒഴിച്ചേക്കുന്നേ. ഇത് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം മസൂറിന്റെ ഉണക്കിലും പഴക്കത്തിലും വേവ് വ്യത്യാസം വരും. നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് വെന്തോ ഇല്ലയോ എന്ന് പരുവ മനസ്സിലാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം ഓഫ് ചെയ്തിടാം. കാരണം നമുക്ക് അത്രയും ഗ്യാസ് നഷ്ടമാക്കണ്ട. ആ തിളച്ച ചൂട് വെള്ളത്തിൽ കടന്ന് അത് മുക്കാലും വെന്തോളും. പിന്നെ വീണ്ടും ഒന്ന് തിളപ്പിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് നമുക്ക് വീണ്ടും തിളപ്പിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ. ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്തു, അടച്ചു. കുറച്ചു നേരം ഇത് ഇങ്ങനെ ഈ ചൂട് വെള്ളത്തിൽ കിടന്ന് വേവട്ടെ. നമ്മുടെ മസൂർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രോസസ്സിങ് ചെയ്യാം. അപ്പൊ പെട്ടെന്നാവുമല്ലോ. ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട്, നമുക്ക് ഫ്രൈ ടൈപ്പ് അല്ലേ എടുക്കണ്ടേ, അപ്പൊ നല്ല ചൂട് കട്ടിയുള്ള അടുക്കി പിടിക്കാത്ത പാത്രം തന്നെ എടുക്കണം. എണ്ണ ഞാൻ സൺഫ്ലവറാ യൂസ് ചെയ്യുന്നേ. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള, ഉള്ളി. ഞാൻ മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഉള്ളി വേളാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മള് മസൂറിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അത് മറക്കരുത്. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം. വെള്ളം ഒത്തിരി ഇല്ല. ഇത് മെഴുക്കുവരട്ടിയുടെ പരുവമായോന്നറിയാൻ നമുക്ക് ഞെക്കി നോക്കി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തൊന്ന് ചവച്ച് നോക്കിയാലും മതി. കുറച്ചുകൂടെ വേവണം. തീ കത്തിച്ചിട്ട് അടച്ചിടാം. അധികം വേവണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഇത്രയും സമയം കൊണ്ട് നന്നായിട്ട് വെന്തെങ്കിൽ ഇത് തുറന്നിട്ട് അതിന്റെ വെള്ളം ഒന്ന് പറ്റിക്കണം. അതല്ല വെന്തില്ല, വീണ്ടും വെള്ളം വേണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. എനിക്കിതിപ്പോ വെള്ളം വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മുക്കാലും വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഒന്ന് വെന്ത് വെള്ളം പറ്റിയാൽ മതി. അപ്പൊ ഞാൻ വേവാനുള്ളത് കൊണ്ട് ഇത് അടച്ചു വെക്കുക. ഈ സമയം കൊണ്ട് ഞാന് അപ്പുറത്തെ അടുപ്പില് ഉള്ളിയും വഴറ്റുന്നുണ്ട്. 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിക്കാണ് 2 വലുതാണെ 1 മതി. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഉള്ളിക്കകത്തോട്ട് ഇടണം. ഈ തക്കാളിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില കൂടി ഇടാം. തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്കിതിനെ ചെറു തീയിലൊന്ന് അടച്ചിട്ട് വേവിക്കാം. നമ്മൾ രണ്ടാമതും മസൂർ തിളപ്പിച്ചിട്ടായിരുന്നു. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം കറക്റ്റാ. ആ എടുത്ത ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് വെള്ളമാ ഞാൻ ഒഴിച്ചത്. കണ്ടിട്ട് തന്നെ അറിയാം നല്ലപോലെ പരുവത്തിന് വെന്തെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചവച്ചു നോക്കിയാലും മതി. നല്ല പരുവമായിട്ടുണ്ട്. ദേ ഇത്രയും വെള്ളമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അപ്പൊ ഇത് റെഡിയായി. നമുക്ക് തക്കാളിക്ക് എന്തായെന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇങ്ങനൊന്ന് ഉടച്ചേരാം. ഇനി നമുക്ക് മസാലകൾ ചേർക്കണം. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. മുളക് പൊടി ഞാൻ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓഫീസിലാണെങ്കിൽ നല്ല സ്പൈസി കൊണ്ടുവരണേന്നാ പ്രത്യേകം പറഞ്ഞു വിട്ടേക്കുന്നേ. മല്ലിപ്പൊടി അതും 1.5 ടീസ്പൂൺ. അപ്പൊ ഈ മസാല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടു കുറേരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മളിവിടെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല 1/4 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ലാസ്റ്റില് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. മസാലയൊന്ന് മൂപ്പിക്കണം. മസാല നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ലേശം വെള്ളമില്ലേ, അത് കുഴപ്പമില്ല, അതോടുകൂടി അങ്ങ് ഒഴിച്ചു. അല്ല വെള്ളം പറ്റാൻ ഒത്തിരി ഉണ്ടെങ്കിൽ അത് മൊത്തം കൂടെ ഒഴിക്കരുത്. അത് ഊറ്റി മാറ്റിയ ശേഷം മസൂർ മാത്രം ഇടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് എരിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് പരുവമ, എരിയും ആവശ്യത്തിനുണ്ട്. സ്പൈസി നല്ലോണം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി എരി ഇടാം. ഇതിപ്പോ ചെറു തീയില് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. തീ കൂട്ടിയിടരുത്, അടിക്ക് പിടിക്കും. ഇടയ്ക്കൊന്ന് നോക്കണം അടിക്ക് പിടിക്കുന്നോന്ന്. ഇടയ്ക്ക് ഇളക്കിയും കൊടുക്കണം. നമ്മളത് അടച്ചിട്ടിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടേ. ചെറു തീയിലാ ഇട്ടേക്കുന്നേ. ഇനി ഇത് അടച്ചിടണ്ട, ഇങ്ങനെ തന്നെ ചെറു തീയിൽ കിടന്ന് ഒന്ന് ഡ്രൈ ആവട്ടെ. നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാല ഇതിലെന്ത് ചേർത്താലും മതി. ഇതിപ്പോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. മസൂർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.